ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. മൃദംഗാവിഷന്റെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ശ്രമം. ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് തെളിവായി അപകടത്തിന്റെ ദൃശ്യങ്ങൾ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എസ് ജയചന്ദ്രൻ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിൽ വിടവാങ്ങിയത് മലയാളത്തിന്റെ മാഗസിൻ ജേർണലിസ്റ്റിന് പുതിയ മുഖം നൽകിയ പത്രാധിപർ. മനു ഭാക്കറും ഗുഗേഷും അടക്കം 4 പേർക്ക് പരമോന്നത കായിക പുരസ്കാരം ഖേൽരത്ന. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് അടക്കം 32 പേർക്ക് അർജുന അവാർഡ്. ദ്രോണാചാര്യ പുരസ്കാരം മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരന്. ഈ മാസം 17-ന് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറും. തമിഴ്നാട്ടിൽ മെഡിക്കൽ മാലിന്യം തള്ളിയതിൽ കേരളത്തിന് ഹരിത ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. ആശുപത്രികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് വിശദീകരിക്കണം. അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ ഇടപെടുമെന്ന് മുന്നറിയിപ്പ്. അതിർത്തി ജില്ലകളിൽ പ്രത്യേക വിജിലൻസ് യൂണിറ്റ് സ്ഥാപിക്കാൻ തമിഴ്നാടിന് നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. ടൗൺഷിപ്പ് ഫീൽഡിൽ റവന്യൂ മന്ത്രിയുടെ സന്ദർശനം തുടരുന്നു. 2ാം ഘട്ട പാക്കേജ് അടുത്ത മാസം പ്രഖ്യാപിക്കുമെന്ന് കെ രാജൻ. പുനരധിവാസം 5 സെന്റിൽ ഒതുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ദുരന്തബാധിതർ. സത്യവിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് NSSന്റെ പരസ്യ വെല്ലുവിളി. മറ്റു മതങ്ങളുടെ ആചാരങ്ങളിൽ അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ എന്ന് ജനറൽ സെക്രട്ടറി. ശിവഗിരി മഠത്തിനും രൂക്ഷ വിമർശനം. മന്നം ജയന്തി സമ്മേളനത്തിൽ പരസ്പരം പുകഴ്ത്തി രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും. ചെന്നിത്തലയുടെ പെരുന്നാൾ സന്ദർശനത്തിനിടെ സർക്കാരിനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. തകർച്ചയിലായിരുന്ന സ്വകാര്യ കമ്പനിയിൽ പണം നിക്ഷേപിച്ച് 94 കോടി നഷ്ടപ്പെടുത്തി. ടെൻഡർ വിളിച്ചാണ് കമ്പനിയെ തീരുമാനിച്ചതെന്ന് തോമസ് ഐസക്. നിക്ഷേപ സമയത്ത് കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നുവെന്നും ധനമന്ത്രി. കരിപ്പൂർ വിമാനത്താവളത്തിൽ പാർക്കിംഗിന്റെ പേരിൽ തീവട്ടിക്കൊള്ള. പാർക്കിംഗ് സമയവും സീറ്റെണ്ണവും തിരുത്തി തട്ടിപ്പ്. കയ്യോടെ പിടികൂടി കൊണ്ടോട്ടി MLA. We got so many complaints from the passengers. No. As per the complaint, I visited there for examine that whether it is correct or not. The complaint is very clear. പിടിക്കപ്പെട്ടിട്ടും തട്ടിപ്പ് തുടർന്ന് ജീവനക്കാർ. കൂടുതൽ തുക ഈടാക്കിയത് ചോദ്യം ചെയ്ത യാത്രക്കാരന് മർദ്ദനം. കലൂരിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ മുഖ്യ സംഘാടകരായ മൃദംഗാവിഷൻ ഉടമ നികോഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത്. ഓസ്കർ ഇവന്റ് ഉടമ ജനീഷ് ഇന്ന് കീഴടങ്ങില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൃദംഗാവിഷന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരുന്നു. അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, സംഘാടകരുടെ ചോദ്യം ചെയ്യൽ, അതായത് ഈ മൃദംഗാവിഷന്റെ ഒരാൾ നികോഷ് ഹാജരായി. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലമുണ്ട്. സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പരാതി അത് എവിഡൻ്റാണ്. മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ വിവരങ്ങൾ? രഞ്ജിത്ത്, മൃദംഗാവിഷൻ ഉടമയോടും ഓസ്കാർ ഉടമയോടുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോഴായിരുന്നു ഇരുവരോടും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന കോടതി ഉത്തരവിട്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ 2 മണിക്ക് ശേഷം ഇന്നത്തെ ദിവസം ഹാജരായില്ലെങ്കിൽ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുവാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും 2 മണിക്ക് തന്നെ മൃദംഗാവിഷൻ ഉടമ കോടതിയിൽ പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. പക്ഷേ ഓസ്കാർ ഉടമ ജിനേഷ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്
ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നാണ്. എന്തായാലും ഇപ്പോൾ നികോഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുക. ആദ്യം ഉമാ തോമസിന് അപകടമുണ്ടാക്കിയ സ്റ്റേജിന്റെ ഒരു വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച, അതിന്റെ ഈ കൃത്യമായി പരിശോധന നടത്തിയില്ല. ഒരു സ്റ്റേജ് അവിടെ നിർമ്മിച്ചതിൽ കൃത്യമായി GCDയുടെ അനുമതി വാങ്ങിയില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളായിരുന്നു ഈ പരിപാടിക്കിടയിൽ നടത്തിയത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത്, എന്തുകൊണ്ട് അധികൃതരെ ഇക്കാര്യം അറിയിച്ചില്ല, ഒരു കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധന നടത്തിയിട്ടില്ല, ഇതിലൊക്കെ വിശദീകരണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കേസിലെ ചോദ്യം ചെയ്യൽ. മറ്റൊന്ന്, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നുവെന്നാണ് ഈ രക്ഷിതാക്കൾ അടക്കം പറയുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്നത് ഇവരുടെ വസ്ത്രത്തിനടക്കം 1600 രൂപ വാങ്ങിയാണ് ഇവരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഒരാളിൽ നിന്നും, ഒരു കുട്ടിയിൽ നിന്നും ഏകദേശം 2000-നും 5000-നും ഇടയിലുള്ള തുകകൾ പല രീതിയിൽ ഇവർ വാങ്ങുകയും ചെയ്തു. ഇത്രയേറെ തുക, കോടികളാണ് ഇവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. ഇത്രയും തുക ഇവർ എന്താണ് ചെയ്തത്, ഇതിന് എത്ര രൂപ ഈ പരിപാടിക്കായി, ഈ പണമെല്ലാം എത്ര പേർ വീതം വീതിച്ചു, ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇത് വന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വല്ല കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിൽ കൂടിയാണ് പ്രധാനമായും നികേഷ് കുമാറിൽ നിന്നും ചോദിച്ചറിയുന്നത്. ഇതിന് ഭാഗമായാണ് ഇന്ന് ഇരുവരോടും കോടതിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. എന്തായാലും ഇന്ന് തന്നെ, ചിലപ്പോൾ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കും, നാളത്തേക്ക് വരാൻ പറയും. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. എന്തായാലും നികേഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ബിനീഷ് ഇന്ന് ഹാജരാകുകയും ചെയ്തിട്ടില്ല. ശരി. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടക്കുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. വിവിധ വകുപ്പുകളുടെ അനുമതി സംബന്ധിച്ച് പരിശോധന നടത്തിവരുന്നു. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. കൺമുന്നിൽ നടന്ന അപകടം ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. എറണാകുളം കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കസേരയിൽ ഇരുന്ന് ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ പറയുമ്പോഴാണ് അപകടമുണ്ടായത്. പരിപാടിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗുരുതരമായ അലംഭാവമാണ് പരിപാടിയിൽ കണ്ടതെന്ന് ദൃക്സാക്ഷിയായ ബിജി ഹിലാലും പ്രതികരിച്ചു. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നടുക്കുന്നത്. ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകരിൽ ഒരാളായ സിജോയ് വർഗീസ് നിർദ്ദേശിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയെ മറികടന്നു പോകുമ്പോഴാണ് അപകടം. നടക്കാൻ ഇടമില്ലാത്ത വിധമാണ് വേദി ഒരുക്കിയിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. നൃത്ത പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇതിന്റെ മുൻവശത്ത് ബാരിക്കേഡുകൾ ഉറപ്പിച്ച് നല്ല തരത്തിൽ അപകടം ഉണ്ടാകാത്ത തരത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതുപോലെ അത്ര ഹൈറ്റ് ഓരോ സ്റ്റേജിന് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെന്നുള്ളത് വസ്തുതയാണ്. അപകടത്തിൽ പ്രതികളായ സംഘാടകരെ ഒരു മന്ത്രി സംരക്ഷിക്കുന്നതായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. മന്ത്രി സജി ചെറിയാൻ, സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്ര പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ കാല് വെച്ച് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജാണ്. അവർക്ക് തന്നെ ഇത് അപകടമുണ്ടാകും എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സജി ചെറിയാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പിന്നീടാണ് പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറഞ്ഞത് സംഘാടകർക്ക് പിഴവുണ്ടായില്ല എന്ന്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ നടത്തിയ പരിപാടിക്കിടെയുണ്ടായ അപകടത്തിന് ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണെന്ന് എറണാകുളം MLA TJ വിനോദ്. നഗരത്തിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ആളുകൾ അണിനിരുന്ന ആ വേദി ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി നിർമ്മിച്ചു എന്നുള്ളത്, അതിന് അനുമതി കൊടുത്തു എന്നുള്ളത് എങ്ങനെ പരിശോധിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വസ്തുത. ഗുരുതരമായ അലംഭാവം പരിപാടിയിൽ കണ്ടെന്ന് വ്യക്തമാക്കിയ ദൃക്സാക്ഷി ബിജി ഹിലാൽ GCDAയ്ക്കും സംഘാടകർക്കും വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ചു.
അവിടെ നടന്നിരിക്കുന്ന അപാകതയുള്ള ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ GCDയുടെ അനുമതി ഇല്ലാതെ നടന്ന ഒരു നിർമ്മാണമോ ആണെങ്കിൽ തീർച്ചയായും അതിനെ പൊളിച്ചു മാറ്റാൻ വരെ GCDക്ക് അവകാശമുള്ളതാണ്. നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചു. ഇന്നലെ രാത്രി 11:30 കൊച്ചി വിമാനത്താവളം വഴിയാണ് അമേരിക്കയിലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുതിർന്ന മാധ്യമപ്രവർത്തകൻ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിൽ മകൻ്റെ വസതിയിലായിരുന്നു അന്ത്യം. സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരാണ്. 1997 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് സമകാലിക മലയാളം വാരിക തുടങ്ങിയപ്പോൾ പത്രാധിപരായി ചുമതലയേറ്റു. 2013 വരെ മലയാളം വാരികയിൽ പ്രവർത്തിച്ചു. കലാകൗമുദിയുടെയും പത്രാധിപരായിരുന്നു. പത്രാധിപർ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, നിരൂപകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടി. ശ്രീ MG രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ അനുസ്മരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീ MGR, ഇവിടെ നമുക്കറിയാം മാഗസിൻ ജേർണലിസ്റ്റിൻ്റെ പുതിയ മുഖം നൽകിയ വ്യക്തിത്വം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 40 വർഷത്തെ മലയാള മാധ്യമ പ്രവർത്തനം ചരിത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ഏറ്റവും തലപ്പൊക്കമുള്ള മാഗസിൻ ജേർണലിസത്തിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള പത്രാധിപർ എന്ന് തന്നെ S. ജയചന്ദ്രൻ നായരെ വിശേഷിപ്പിക്കാനാവുന്നതിനെ പറ്റി ഒരു സംശയവുമില്ല. വർഷങ്ങളായി മാതൃഭൂമിക്ക് മാത്രം കൈവരിക്കാൻ കഴിഞ്ഞിരുന്ന ഒന്നാം സ്ഥാനത്ത് വാസ്തവത്തിൽ കലാകൗമുദിയുടെ വരവിന് ശേഷമാണ് അതിനാദ്യമായി ഒരു വെല്ലുവിളി ഉയർന്നത്. അത് ജയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ വന്ന കലാകൗമുദിക്കാണ്. കലാകൗമുദി മലയാളത്തിലെ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാഗസിൻ ജേർണലിസം, ഒരു ലിറ്റററി ജേർണലിസ്റ്റിലാണ് മാതൃഭൂമി കൂടുതലും വ്യാപരിച്ചതെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാഗസിൻ ജേർണലിസം ആയിരുന്നു ജയചന്ദ്രൻ നായരുടെ ശക്തി. അവിടെ കലാകൗമുദി 80കളിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ജയചന്ദ്രൻ നായരായിരുന്നു. വളരെ മൂല്യവത്തായ മാധ്യമ പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതികമായിട്ടും ഒക്കെ വളരെ കൃത്യമായ നിലപാടുകളുള്ള ഉണ്ടായിരുന്ന ആളുമാണ് അദ്ദേഹം. കേരളത്തിലെ ജേർണലിസത്തിൽ വാസ്തവത്തിൽ ദീർഘമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. വളരെ ഉജ്ജ്വലരായിട്ടുള്ള മാഗസിൻ ജേർണലിസ്റ്റുകളായിട്ടുള്ള പത്രാധിപന്മാര്, അതിൽ K. ബാലകൃഷ്ണൻ നായർ, കൃഷ്ണവാര്യർ, M. P. വാസുദേവൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയ ദീർഘമായിട്ടുള്ള വളരെ പ്രതിഭാധനന്മാരുടെ നിരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. നന്ദി ശ്രീ MG രാധാകൃഷ്ണൻ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. അദ്ദേഹത്തിന് ആത്മകഥയ്ക്ക് പുറമെ റോസാദളങ്ങൾ, പുഴകളും കടലും, അലകളില്ലാത്ത ആകാശം, വെയിൽത്തുണ്ടുകൾ, ഉന്മാദത്തിൻ്റെ സൂര്യകാന്തികൾ എന്നിവയാണ് പ്രധാന അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഷാജി N. കരുൺ സംവിധാനം ചെയ്ത പിറവി, സ്വം എന്നീ ചിത്രങ്ങളുടെ കഥ അദ്ദേഹത്തിൻ്റെതാണ്. ഈ ചിത്രങ്ങളുടെ നിർമ്മാണവും അദ്ദേഹം നിർവഹിച്ചിരുന്നു. അവസാന കാലത്ത് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ മകനൊപ്പമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം കൗമുദി ദിനപത്രത്തിലൂടെ പത്രപ്രവർത്തനം ആരംഭിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ പത്രാധിപരാകുന്നു. 2013 വരെ മലയാളം വാരികയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ: K. ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം, KC സെബാസ്റ്റ്യൻ അവാർഡ്, K. വിജയരാഘവൻ അവാർഡ്, MV പൈലി ജേർണലിസം അവാർഡ്, CH മുഹമ്മദ് കോയ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുരസ്കാരവും അദ്ദേഹത്തിൻ്റെ കാഴ്ചയുടെ സത്യം എന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ജേർണലിസം ചരിത്രത്തിലെ തലപ്പൊക്കമുള്ള ശ്രീ MG രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തലപ്പൊക്കമുള്ള പത്രാധിപരായിരുന്ന ശ്രീ S. ജയചന്ദ്രൻ നായരാണ് ഇപ്പോൾ വിടവാങ്ങിയത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, ഒരുപാട് കൃതികളുടെ സൃഷ്ടാവ് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ശ്രീ റോയി മാത്യു കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ റോയി മാത്യു, നമുക്ക് ഒരുപാട് ഓർത്തെടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മാധ്യമരംഗത്തിന്. തലപ്പൊക്കമുള്ള ഒരു പത്രാധിപർ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? എന്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിനോടൊപ്പം ആയിരുന്നു. ഏതാണ്ട് 4 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ കേരള കലാകൗമുദിയിൽ ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു പത്രാധിപർ എന്തായിരിക്കണം എന്നുള്ളതിന് കൃത്യമായ നിർവചനമാണ് S. ജയചന്ദ്രൻ നായർ സാറിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനവും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു പത്രാധിപർ എന്തൊക്കെയാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ ധരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് ഉള്ള നിരവധി മാധ്യമപ്രവർത്തകർ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയാണ് തന്നെ ഒപ്പം ജോലി ചെയ്യുന്ന
സഹപ്രവർത്തകരായ ചെറുപ്പക്കാരായ പത്രപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൊണ്ട് വാർത്ത എഴുതുന്നതിനകത്ത്, വാർത്ത കണ്ടുപിടിക്കുന്നതിനകത്ത് വലിയ തോതിൽ അതിനുവേണ്ടി അധ്വാനിക്കുകയും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണലായ ഒരു എഡിറ്ററായിരുന്നു എസ് ജയേന്ദ്രൻ നായർ സാർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സാഹിത്യകാരന്മാരെ കണ്ടെത്തുന്നതിലും അവരെ കൊണ്ട് അവരുടെ സാഹിത്യ കൃതികൾ കലാകൗമുദിയിൽ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിപ്പിക്കുന്നതിനൊക്കെ മുൻകൈ എടുത്ത ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പ്രധാനപ്പെട്ട കാരിക്കേച്ചറിസ്റ്റുകളും ആയ നമ്പൂതിരി, സാഹിത്യഭാരബലം എഴുതിക്കൊണ്ടിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ, എം ഡി വാസുദേവൻ നായരെ കൊണ്ട് എം ഡി വാസുദേവൻ നായരുടെ പ്രസിദ്ധമായ നോവല് രണ്ടാം ഊഴം അത് പ്രസിദ്ധീകരിച്ചത് ജയേന്ദ്രൻ നായർ സാർ കലാകൗമുദിയിൽ ഇരിക്കുന്ന കാലത്താണ്. അപ്പൊ ഇങ്ങനെ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ സാഹിത്യ കൃതികളെ, രാഷ്ട്രീയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് വലിയ തോതിൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു പത്രാധിപരാണ് ജയേന്ദ്രൻ നായർ. അതിനകത്ത് തർക്കമില്ല. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതിയെക്കുറിച്ച് ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് എഴുതി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പരമ്പരയുടെ ലേഖകനായിരുന്നു എസ് ജയേന്ദ്രൻ. അതായത് കേരളകൗമുദിയിൽ 1974 കാലഘട്ടങ്ങളിൽ വന്ന കാട്ടുകള്ളന്മാർ, കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ് പരിസ്ഥിതി വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു ഇഷ്യൂവായി വരുന്ന ആ പരമ്പര എഴുതിയത് എസ് ജയേന്ദ്രൻ നായരും NRS ബാബുവും ചേർന്നായിരുന്നു. കാട്ടുകള്ളന്മാരെന്നായിരുന്നു ആ പരമ്പരയുടെ പേര്. അങ്ങനെ നിരവധി തരത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടുകളെ, സാഹിത്യ റിപ്പോർട്ടുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഒരു പത്രാധിപരാണ് എസ് ജയേന്ദ്രൻ നായർ. അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹം എല്ലാ ലെവലിലും ഒരു ടീം മാൻ ആയിരുന്നു. ജോലി ചെയ്ത പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവരെ കരുതുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും അവരെ കൊണ്ട് നല്ല സൃഷ്ടികൾ കൊണ്ടുവരുന്നതിനകത്ത് വലിയ തോതിൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു പത്രാധിപർ. അത്ര ഒരു പത്രാധിപരുടെ പരമ്പര തന്നെ നമുക്ക് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. തന്നെ കഴിഞ്ഞ ആഴ്ചയാണല്ലോ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രാധിപരായിരുന്ന എം ഡി വാസുദേവൻ നായർ ഈ ലോകം വിട്ടുപോയത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ സമകാലീനവും അവര് സുഹൃത്തുക്കളുമായിരുന്ന എസ് ജയേന്ദ്രൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ശരി, ശ്രീ റോയി മാത്യു ആണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരണ്, നേരത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ അനുസ്മരിച്ചതുപോലെ മാധ്യമരംഗത്തിന് നിരവധി സംഭാവനകൾ നൽകിയ, ഒരുപാട് മാറ്റങ്ങൾക്ക് കളമൊരുക്കിയ ഒരു മാധ്യമപ്രവർത്തകൻ, തലപ്പൊക്കമുള്ള പത്രാധിപർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് ഈ സമയത്ത് ഓർത്തെടുക്കാനാവുന്നത്? രഞ്ജിത്ത, മാഗസിൻ ജേർണലിസത്തിൽ എന്ന് തന്നെ പറയാം. മാഗസിൻ ജേർണലിസം എന്ന് പറയുമ്പോൾ മാഗസിൻ അല്ല, യഥാർത്ഥത്തിൽ വാരികയാണ്, വീക്കിലി ജേർണലിസം എന്ന് ആ തരത്തിലേക്ക് പറയേണ്ടി വരും. എങ്കിലും മാഗസിൻ ജേർണലിസത്തിൽ കേരളത്തിലെ ഏറ്റവും അധികായരായ 1-2 പേരുടെ പേരെടുത്താൽ അതിൽ മുന്നിൽ നിർത്താവുന്ന പേര് തന്നെയാണ് ശ്രീ എസ് ജയചന്ദ്രൻ നായരുടേത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കേരളത്തിലെ മാഗസിനുകളെല്ലാം പ്രധാനമായും ഊന്നിയിരുന്നത് സാഹിത്യത്തിൽ മാത്രമായിരുന്നു. പൂർണ്ണമായും സാഹിത്യ വിഷയങ്ങളിലും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ മാത്രം നിന്നൊരു സ്ഥാനത്ത് നിന്ന് സാഹിത്യത്തിനൊപ്പം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി വാരികകളുടെ ശ്രദ്ധ കൊണ്ടുവന്നത് അന്ന് കലാകൗമുദിയാണ്. അത്തരം വിഷയങ്ങൾ നേരിട്ട് ഇടപെടുകയും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസങ്ങളെല്ലാം അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തുകയും അത്തരം അഭിപ്രായങ്ങൾക്കും ചെറുപ്പക്കാർക്കടക്കം അവസരം നൽകുകയും ഒക്കെ ചെയ്തു. കോൺഗ്രസിലടക്കം വലിയ കലാപം, കരുണാകരൻ്റെ AI ഗ്രൂപ്പുകളുടെ കലാപമൊക്കെ നടക്കുമ്പോൾ ചെറുപ്പക്കാരായ വലിയൊരു നിരക്ക് അവസരം നൽകിയ കിരണ്, ശ്രീ ഷാജി എൻ കരുൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷാജി എൻ കരുൺ സിനിമാരംഗവുമായും ഏറെ ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് 2 കഥകൾ സിനിമയായിട്ടുണ്ട്. അങ്ങനെ ആ തരത്തിൽ എല്ലാ രംഗത്തും തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരാളെന്ന് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ. ശ്രീ ഷാജി എൻ കരുൺ, കേൾക്കാമോ സാർ? സാർ, ശ്രീ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് സിനിമാ രംഗത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം 2 സിനിമകൾ, പ്രധാനപ്പെട്ട 2 സിനിമകൾ കഥാകൃത്താണ്, നിർമ്മാതാവാണ്. അങ്ങനെ പത്രപ്രവർത്തന രംഗത്ത് മാത്രമല്ല മറ്റു രംഗത്തും പ്രതിഭ തെളിയിച്ച ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അതെ, എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്നെ ഒരു ചലച്ചിത്രകാരനാകാൻ ഒരർത്ഥത്തിൽ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ ജയേന്ദ്രൻ നായർ. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പിറവി ഞാൻ എടുക്കില്ലായിരുന്നു. അതുപോലെ തന്നെ സൊമ്മും രഞ്ജിത്തിന്റെ കൂടെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു സംവിധായകൻ ആവണം എന്ന്
നിർദ്ദേശിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ഒരു ചലച്ചിത്ര രംഗത്തിൽ ഒരു സംവിധായകനായിട്ട് മാറുന്നതിൽ അദ്ദേഹം നിർവഹിച്ച പങ്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായിട്ട് കൂടി ഞാനതിനെ കണക്കാക്കുന്നു. കാരണം വേറൊരു വ്യക്തി ആ നിലയിൽ എന്നെ എൻകറേജ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു മനസ്സെന്ന് പറയുന്നത് കലാമോദിയിലായാലും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് സൃഷ്ടികൾ ഉണ്ടാവാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാനും ഒരു ചലച്ചിത്രകാരനായിട്ട് മാറുന്നത്. വാസ്തവത്തില് 15 വർഷം ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ 15 വർഷത്തിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞ വിധമായിരിക്കാം റവിക്കും സൊമ്മിനും ഒക്കെ നിർമ്മാതായിട്ട് അദ്ദേഹം തന്നെ സ്വയം നിർമ്മാതാവായിട്ട് NFDC ലോൺ എടുത്ത് എനിക്ക് അന്ന് സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ലോൺ എടുക്കാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ നിലയിൽ NFDC പിറവി അപ്ലൈ ചെയ്യുകയും അതിന് നിർമ്മാതാവായിട്ട് ലോൺ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പടം ഉണ്ടാക്കുകയും ചെയ്തു. അത് അറിയാമല്ലോ, അന്ന് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ നാഷണൽ അവാർഡ് 4 കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഡൽഹിയിൽ പലതവണയായിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹവും ഞാനും ഒരുമിച്ച് പങ്കാളിയായിട്ട് പല സിനിമകൾ ഒരുമിച്ച് കാണാനും അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിൽ സിനിമയെ കുറിച്ച് കൂടുതൽ നേരം സംസാരിക്കാനും അതിന്റെ അന്നത്തേക്ക് തർക്കോസ്കി ആയാലും ബർഗ്മാനൊക്കെ ആണെങ്കിലും വാദോരാതെ വർത്താനം പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതിന്റെയൊക്കെ പ്രചോദനമാണ് ഇന്നിപ്പം ഈ നിലയിലൊരു ചലച്ചിത്രകാരനായിട്ട് നിൽക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത്. അത് മാത്രമല്ല, ഈ അദ്ദേഹം എഴുതിയ ബുക്കുകൾ ഒരെണ്ണം പ്രധാനപ്പെട്ട ബുക്ക് ഈ തവണ ചലച്ചിത്ര അക്കാദമി എന്നെ കുറിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ച് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എന്നെ കുറിച്ച് എഴുതുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. ഒരു കാലത്തും ആ കടപ്പാട് അവസാനിക്കുന്നില്ല എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ശരി, അദ്ദേഹത്തിന് 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് കഥ എഴുതിയതും നിർമ്മിച്ചതും ശ്രീ ജയചന്ദ്രൻ നായരായിരുന്നു. പിറവിയും സ്വമ്മും നമുക്കറിയാമെന്ന് മലയാള ചലച്ചിത്ര ലോകത്ത് അടയാളപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു. അവാർഡുകൾ വാരിക്കൂട്ടി ദേശീയ ശ്രദ്ധ ആകർഷിച്ച സിനിമകളുടെ കഥാകൃത്ത് കൂടിയാണ് ശ്രീ എസ് ജയചന്ദ്രൻ നായർ. കിരൺ ബാബു തുടരാം. രഞ്ജിത്തെ, ആ തരത്തിലേക്ക് മലയാള മാധ്യമ രംഗത്ത് സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ കൂടി സാഹിത്യത്തെയും അതേപോലെ തന്നെ നിലനിർത്തിക്കൂടുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും പുതിയ തലമുറയുടെ അഭിപ്രായങ്ങൾക്ക് ലോകത്താകമാനം വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സാഹിത്യത്തിലെ മാറ്റങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന തലമുറയുടെ അഭിപ്രായങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഇടമായി അന്ന് കലാകൗമുദി മാറിയത്. കലാകൗമുദിയിലായിരുന്നു അദ്ദേഹം ആ കാലത്ത് സഹപത്രാധിപരായും പിന്നീട് പത്രാധിപരായി മാറിയത്. അന്ന് വലിയ അവസരമാണ് കേരളത്തിലെ ഈ പറയുന്ന പുതുതലമുറയിൽ നിൽക്കുന്ന അന്നത്തെ പുതുതലമുറയിൽ നിൽക്കുന്ന സാഹിത്യകാരന്മാർക്കൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും നൽകിയത്. അവരുടെ അഭിപ്രായങ്ങൾക്കും അത്തരത്തിലെ കൃതികൾക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട മാഗസിനുകളിലൊക്കെ ആ സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം ലഭിച്ചിരുന്ന അവസരം അങ്ങനെ ഒരു പുതിയ തലമുറയുടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കലാപമോ അല്ലെങ്കിൽ സാഹിത്യത്തിലെ ഒരു കലാപമോ ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ പ്രേരിപ്പിച്ച ഒരു എഡിറ്റർ കൂടിയായിരുന്നു ശ്രീ എസ് ജയചന്ദ്രൻ നായർ. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെതാണ് നേരത്തെ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സാഹിത്യ വാരഫലത്തിൽ ഒക്കെ കലാകൗമുദിയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചതും പിന്നീട് അദ്ദേഹം മലയാളത്തിൻ്റെ പത്രാധിപരായി പോകുമ്പോൾ അവിടേക്ക് സാഹിത്യ വാരഫലത്തെയും M കൃഷ്ണനായരെയും എത്തിച്ചതുമൊക്കെ ശ്രീ എസ് ജയചന്ദ്രൻ നായർ എന്ന മഹാനായ എഡിറ്റർ കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്പൂതിരിയുടെ വരകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് മലയാളി ആ നോവലിലെ കഥാപാത്രങ്ങളെ പലതും സങ്കല്പിക്കുന്നത് നമ്പൂതിരിയുടെ വരകളിൽ കൂടിയാണ്. അത്തരം ഒരു വരകൾ എത്തിക്കാൻ നമ്പൂതിരിയെ ആ ഒരു രേഖാചിത്ര രംഗത്തേക്കും അല്ലെങ്കിൽ ആ തരത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കലാകൗമുദിയിലൂടെയും അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹം പത്രാധിപരായിരുന്ന മലയാളത്തിലൂടെയും ഒക്കെയാണ്. അങ്ങനെ മലയാളത്തിലെ എക്കാലത്തും പറഞ്ഞാൽ MB നാരായണപിള്ളയെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയമായിരുന്ന കോളം എഴുത്തുകാരൻ MB നാരായണപിള്ളയുടെ കോളവും കലാകൗമുദിയിൽ. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ മകൻ്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം.
മെഡിക്കൽ മാലിന്യം തള്ളിയ ആശുപത്രികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് കേരളത്തോട് ഹരിത ട്രിബ്യൂണൽ. ജനുവരി 20-നകം മറുപടി നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹരിത ട്രിബ്യൂണൽ ചെന്നൈ ബഞ്ച് നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് മനുഷ്യവിസർജ്യമടക്കം തള്ളുന്നുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ഇടപെടുമെന്ന് ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. മാലിന്യം തള്ളുന്നത് തടയാൻ അതിർത്തി ജില്ലകളിൽ പ്രത്യേക വിജിലൻസ് യൂണിറ്റ് സ്ഥാപിക്കാൻ തമിഴ്നാട് സർക്കാരിന് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി. വയനാട് ദുരന്തത്തിൽ മരണാനന്തര സഹായം ലഭ്യമാക്കാൻ പുതിയ ഉത്തരവിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 35 പേരെ കാണാതായതിന്റെ റിപ്പോർട്ട് നാളെ പുറത്തിറക്കുമെന്നും മരണാനന്തര സഹായം നൽകാൻ ഈ റിപ്പോർട്ട് മതിയെന്നും കെ രാജൻ പറഞ്ഞു. ഈ 35ലേക്ക് ചുരുങ്ങി ബാക്കിയെല്ലാം നാളെ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. നമുക്ക് ഈ മരണപ്പെട്ടവർക്ക് കിട്ടുന്ന സഹായങ്ങൾ, അതായത് പലയിടത്തും സിവിൽ ഡെത്ത് പ്രഖ്യാപിക്കുമ്പോൾ 7 വർഷം എന്നൊക്കെ പറഞ്ഞ കാലാവധിയിലേക്ക് പോകും. ആ നേരം വൈകി അവസാനിപ്പിക്കണം എന്ന് കരുതി മരണാനന്തരമായി ലഭ്യമാകുന്ന സഹായങ്ങൾ കിട്ടാൻ ഒരു ഘട്ടവും പെർമനന്റ് ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ മറ്റൊരു ഘട്ടവും, ഇങ്ങനെ രണ്ടായി കാണുകയാണ്. അതായത് മരണാനന്തര സഹായം ഇപ്പോൾ നമ്മൾ പുത്തുമലയിലൊക്കെ ഇറക്കിയതുപോലെ 687/2019 എന്ന ഗവൺമെന്റ് ഉത്തരവിൽ പറയുന്നതിന് തുല്യമായി നമ്മളൊരു ഗവൺമെന്റ് ഉത്തരവ് മരണാനന്തര സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള 35 പേരുടെ മിസ്സിംഗ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം 5 സെന്റിൽ ഒതുക്കുന്നത് അംഗീകരിക്കാൻ ആകില്ലെന്ന് ദുരന്തബാധിതർ. സർക്കാർ ഇക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. എല്ലാ വശവും പരിശോധിച്ച് അനുഭാവപൂർണ്ണമായ നിലപാടെടുക്കുമെന്ന മന്ത്രി കെ രാജന്റെ വാക്ക് മുഖവിലേക്കെടുക്കുന്നതും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സമരം നടത്തി പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്ക്. NMHSS തിരുനാവായ, മാർബേസിൽ HSS കോതമംഗലം എന്നീ സ്കൂളുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ അടുത്ത വർഷത്തെ സ്കൂൾ കായികമേളയിൽ 2 സ്കൂളുകൾക്കും പങ്കെടുക്കാനാവില്ല. സംഭവത്തിൽ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ വർഷത്തെ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് 4 താരങ്ങൾ അർഹരായി. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, പുരുഷ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് പുരസ്കാരം. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർ അർജുന പുരസ്കാരത്തിനും അർഹരായി. ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വെങ്കല മെഡൽ ജേതാവ് മനു ഭാക്കർ, ചെസ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഇന്ത്യൻ ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലം നേടി മനു ഭാക്കർ ചരിത്രമെഴുതുകയായിരുന്നു. ഷൂട്ടിംഗ് വ്യക്തത വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്രവും മനു ഭാക്കർ സ്വന്തം പേരിലാക്കി. പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനത്തിലും താരം വെങ്കലം നേടി ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ അഭിമാന താരമായി. നേരത്തെ മനു ഭാക്കറുടെ പേര് ഖേൽരത്ന പുരസ്കാരത്തിന് പരിഗണിക്കാതിരുന്നത് വിവാദമായിരുന്നു. ഇതിനെതിരെ മനുവിന്റെ പരിശീലകൻ ജസ്പാൽ റാണയും പിതാവ് രാംകിഷനും രംഗത്തെത്തിയെങ്കിലും കൃത്യസമയത്ത് അപേക്ഷിക്കാഞ്ഞത് തന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് മനു ഭാക്കർ വിശദീകരിച്ചിരുന്നു. സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് ചെസ് താരം ഡിങ് ലിറനിനെ തോൽപ്പിച്ചാണ് ഗുഗേഷ് ലോക ചാമ്പ്യനായത്. ഇതോടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഈ 18-കാരൻ സ്വന്തമാക്കി. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കലത്തിലേക്ക് നയിച്ചിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കലം നേടിയ ടീമിൽ ഹർമൻപ്രീത് അംഗമായിരുന്നു. പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയിരുന്നു. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ വെള്ളിയും നേടി. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് അർജുന പുരസ്കാരത്തിന് അർഹനായി. 17 പാരാലിമ്പിക് താരങ്ങൾ ഉൾപ്പെടെ 32 പേരാണ് അർജുന പുരസ്കാരത്തിന് അർഹരായത്. മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരൻ പരിശീലന രംഗത്തെ മികവിനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി. ഈ മാസം 17-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം പോത്തൻകോട് നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന് വൻ തിരക്ക്. മുൻനിര കലാകാരന്മാരെ അടക്കം പങ്കെടുപ്പിച്ചുള്ള കലാസന്ധിയാണ് ഓരോ ദിവസത്തെയും പ്രത്യേകത. കുട്ടികൾക്കുള്ള സൗജന്യ പ്രവേശനം ജനുവരി 19 വരെ നീട്ടി. ശാന്തിഗിരി ഫെസ്റ്റ് മെഗാ ഫ്ലവർ ഷോയിൽ വൻ തിരക്കേറുകയാണ്.
കഴിഞ്ഞ ദിവസം നടന്ന പുതുവത്സരാഘോഷത്തിൽ മുൻനിര കലാകാരന്മാരുടെ ഗാനമേളയും കലാസന്ധ്യയുമായിരുന്നു മുഖ്യ ആകർഷണം. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പുതുവത്സര സന്ദേശം നൽകി. സ്കൂൾ കുട്ടികൾക്ക് നൽകിയിരുന്ന സൗജന്യ പ്രവേശനം ജനുവരി 19 വരെ നീട്ടി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഫാസ്റ്റ് ന്യൂസിൽ അനുശ്രീ ചേരും.